റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണിത്. എന്നിട്ട് പറഞ്ഞു, വൽയഷ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഈ ശിക്ഷയ്ക്ക് സാക്ഷികളാകണം. തിന്മ ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് ശിക്ഷ കൊടുത്താൽ അതിനവർക്ക് അത്ര വലിയൊരു അപമാനം തോന്നൂല. നേരെ മറിച്ച് നല്ല ശുദ്ധരായ മുത്തഖീങ്ങളായ ആളുകളുടെ മുമ്പിൽ ഒരു പാപിയെ കൊണ്ടുവന്ന് വെച്ചാൽ ആ പാപിക്ക് അത് അപമാനമാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ അല്ലാഹു പഠിപ്പിക്കുന്നത് ഈ തെറ്റിന്റെ ഗൗരവം എത്രയാണ് എന്ന് പറഞ്ഞുതരാനാണ്. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തെ എന്തിനാണെന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം എന്തൊരു അത്ഭുതമാണ്. വലയഷ്ഹദ അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ അതിന് സാക്ഷിയാവണമെന്ന് പറഞ്ഞാൽ ലിദുആഇഹിം ലഹു ബിൽമഗ്ഫിറ. ഈ മനുഷ്യന് വേണ്ടി പാപമോചനത്തിന് മുഅ്മിനീങ്ങളായ ആളുകൾ ദുആ ചെയ്യും. ആ ദുആ അല്ലാഹു സ്വീകരിക്കും. അങ്ങനെ ഈ സാധുവായ മനുഷ്യന് അല്ലാഹുവിന്റെ പാപമോചനം കിട്ടും. അതിന് മുഅ്മിനീങ്ങൾ അവിടെ സന്നിഹിതരാകണം. രണ്ട് ആശയങ്ങളാണ്. ഒന്ന്, മുഴുവൻ ആളുകൾക്കും പാഠമാകാൻ. പിന്നെ ആ ശിക്ഷ നടപ്പാക്കപ്പെടുമ്പോൾ അവൻ അപമാനം തോന്നുന്ന രീതിയിലാവാൻ. മൂന്നാമത്തേത്, അയാൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാനാണ്. മുഅ്മിനീങ്ങൾ വേണം എന്ന് അല്ലാഹു പറയാൻ കാരണം വലയഷ്ഹദ അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അടുക്കരുത് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ്. അല്ലാഹുവിന്റെ പ്രയോഗം വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അടുത്തേക്ക് പോകരുത്, അടുത്തേക്ക് പോകാൻ തന്നെ പാടില്ല. മദ്യപാനത്തെ സംബന്ധിച്ചു പോലും മറ്റു ഒരു തെറ്റിനെ സംബന്ധിച്ചും ഇങ്ങനെ അല്ലാഹു പ്രയോഗിച്ചിട്ടില്ലെന്ന് മുഫസ്സിറുകൾ പറയുന്നു. വലാ തഖറബുസ് സിന, വ്യഭിചരിക്കരുത് എന്നല്ല അല്ലാഹുവിന്റെ, അടുക്കരുത് എന്ന ആ ഭാഗത്തേക്ക് അടുക്കരുത്. സുബ്ഹാനല്ലാഹ്. അതിലേക്ക് ഏതെല്ലാം പ്രേരകങ്ങളാണോ അതിലേക്ക് പോലും അടുക്കരുത്. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. സുബ്ഹാനല്ലാഹ്. ഇത് സംഭവിക്കുക എങ്ങനെ അടുക്കുക എന്ന് പറഞ്ഞത് അത് ഇഖ്തിലാഫിലൂടെ ആണും പെണ്ണും മിക്സാവുക എന്ന ആ ഇഖ്തിലാഫ് ഇത് ശറഅ ഹറാമാക്കിയ വിഷയമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കിളായി ജീവിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മറയില്ലാതെ ഒരു ഹിജാബില്ലാതെ ആണും പെണ്ണും കൂടിക്കലർന്ന് ഒരുമിച്ച് നടക്കുകയോ സ്പർശനം പോലെയുള്ള സംഗതികൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യം ശറഇൽ ഹറാമാണ്. വിവാഹത്തിന്റെ സമയത്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ വിഷയം മനസ്സിലാക്കിയിടം മുതൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരവാദികളാണ്. നമ്മുടെ വീട്ടിലൊരു കല്യാണമോ ഒരു സദ്യയോ നടക്കുന്ന സമയം അന്യരായ മഹറമീങ്ങളല്ലാത്ത ആളുകൾ വന്നു ചേരുന്ന ഒരു പരിപാടിയാണെങ്കിൽ അവിടെ പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് വഴിവെച്ചു കൊടുക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരാതെ. അങ്ങനെ ഒരു കൂടിക്കലർച്ചക്കോ ഹറാമിന് എന്തെല്ലാം സാധ്യതകളുണ്ട്. നമ്മൾ പറഞ്ഞു, ഹറാം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള നോട്ടമാണ്, അല്ലേ? കാതുകൊണ്ടുള്ള കേൾക്കലാവാം, സ്പർശനമാകാം, സംസാരമാകാം, ഇതൊക്കെ ആവാം. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ സിനയാണ്. പക്ഷേ വൽഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു, കബീറത്തുകളിൽ വൻപാപമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പാപം അത് സംഭവിച്ചില്ലെങ്കിൽ പോലും ബാക്കിയും സിന തന്നെയാണ്. അതിന്റെ അവസരങ്ങൾ ആരുണ്ടാക്കുന്നുവോ അവരതിന് ഉത്തരവാദികളാണ്. അതന്നെ അവർ ഉത്തരവാദികളായിരിക്കും അല്ലാഹുവിന്റെ മുമ്പിൽ. സുബ്ഹാനല്ലാഹ്. അല്ലേ? ആണും പെണ്ണുമൊക്കെ കൂടിക്കലർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന് കാണാൻ പറ്റുമോ? ശറഈൽ പറ്റില്ല. അനുജന്റെ ഭാര്യ ജ്യേഷ്ഠന് കാണാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അറഅയ്തൽ ഹംബ്, ഒരു പെണ്ണ് ചോദിച്ചു നബിയെ, ഒരു പുരുഷനും ഒരു അന്യരായ പുരുഷന്മാർ രണ്ടുപേർ ഒരുമിച്ചായി കഴിഞ്ഞാൽ മൂന്നാമതായി അവരുടെ കൂടെ പിശാചുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി പിശാചുണ്ടാകും. എന്താ നമ്മുടെ ആലിമീങ്ങൾക്കും പറയുന്നത്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരു മുഅല്ലിമിന് ഖുർആൻ പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ, അയാൾക്ക് മഹ്റമല്ലാത്തൊരു പെൺകുട്ടിയെ ഒരുമിച്ച് ഇരുന്ന് ഒറ്റയ്ക്ക് ആരുമില്ലാത്തൊരു സ്ഥലത്തൊരു റൂമിലായി നിൽക്കൽ ആ ഉസ്താദിന് ഹറാമാണ്, ആ മുഅല്ലിമിന് ഹറാമാണ്. ഖുർആൻ പഠിപ്പിക്കല്ലേ, നിയ്യത്തൊക്കെ ശരിയാണ്, പക്ഷെ ആ ഖൽവത്ത് ഹറാമാണ്.
ആ ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ, അതായത് ആഗ്രഹിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരുപാട് ആഭാസങ്ങൾ കാണുമ്പോൾ എത്രയാണ് ഇതിന്റെ പ്രായമെന്ന് പറയാൻ കഴിയില്ല. ശറഅ് പറയൽ പറയാ, ആ ശരീരം ആഗ്രഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ ആ കുട്ടിയുമായി അന്യരായ ഒരാൾ അത് പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിൽ പോലും ഒറ്റക്കിരിക്കൽ ഹറാമാണ്. നല്ല നിയ്യത്താണ്, ഒരു കുഴപ്പമില്ല, പക്ഷെ ആ ഖൽവത്ത് ഹറാമാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞു തരൂ, അൽ ഹംബ്, ഭർത്താവിന്റെ സഹോദരൻ. നബിയെ, എന്റെ ഭർത്താവിന്റെ അനുജൻ എനിക്ക് കണ്ടുകൂടെ? എന്റെ ഭർത്താവിന്റെ അനുജൻ വീട്ടിലുണ്ടായിരിക്കെ എനിക്കവിടെ നിന്നുകൂടെ? കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന ഇതൊക്കെ നടക്കാൻ പോണ കാര്യം പറഞ്ഞാൽ പോരാ സാറേ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ? നടക്കണം, നമ്മൾ നടത്തണം, നമ്മളത് നടത്തണം. എത്ര കൂലി കിട്ടും? അതിന്റെ പേരിലൊന്നും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവില്ല. അല്ലാഹുവിന്റെ നിയമമാണത്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് റബ്ബിന്റെ നിയമമാണ്. തങ്ങളോട് എന്താ ചോദിച്ചത്? അറഅയ്തൽ ഹംബ, നബിയെ, എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അവിടെ തനിച്ചായാൽ കുഴപ്പമുണ്ടോ? അത് ഹറാമാണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹംബു അൽ മൗത്ത്. ഹംബു എന്ന് പറയുന്നത് നിന്റെ ഭർത്താവിന്റെ സഹോദരൻ മരണത്തെ കാക്കുന്ന പോലെ, മരണത്തിൽ നിന്ന് ഓടുന്ന പോലെ, മരണം പോലെ ഗൗരവമാണ് ആ വിഷയമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹലാക്കാണ്. അൽ മൗത്ത്, അത് നാശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പത്രങ്ങളിലേക്കൊന്നും കടക്കണില്ല. പത്രവാർത്തകളൊന്നും പറഞ്ഞ് മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് എനിക്ക് അതിയായ നിർബന്ധമുണ്ട്. സമൂഹത്തിൽ ആരൊക്കെയോ ചെയ്യുന്ന പണി, അവര് അബ്ദുറഹ്മാനാണല്ലോ, അവരൊരു ഹംസയാണല്ലോ എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടതില്ല. നമ്മുടെ കുടുംബങ്ങളിൽ അത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ മഹല്ലത്തുകളിൽ അത് നടക്കാതിരിക്കാൻ പരിശ്രമിക്കുക. അറഅയ്ത അൽ ഹം, എന്താ നബിയെ ഭർത്താവിന്റെ സഹോദരൻ? അൽ ഹംഉ അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരന് ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ ഭാര്യയെ ജ്യേഷ്ഠാനുജന്മാർ കാണുന്നത് സുബ്ഹാനല്ലാഹ് അൽ മൗത്ത്, അത് നാശമാണ്, അത് മൗത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇഖ്തിലാഫ്, എങ്ങനെയാണ് ഒന്നിച്ചാവുക, ഒരുമിച്ചായിരിക്കുക. ഹറാമായ രീതിയിൽ ഖൽവത്ത് അല്ലാഹു തആല ഹറാം, അതാണ് ലാ തഖറബു, അടുക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഒന്നും ചെയ്തില്ല, ഓക്കെ, ഒന്നും ചെയ്തില്ല, പക്ഷേ ഇത് അടുക്കലാണ്, വേണ്ട. ലിഫ്റ്റ് ഓൺ ആയിരിക്കുന്ന നിങ്ങളൊരു പെണ്ണും കയറാൻ, ആ പെണ്ണ് പോയിക്കോട്ടെ, നീ അടുത്ത ട്രിപ്പിൽ പോയിക്കോ, ഇല്ലെങ്കിൽ കോണി കയറി പോയിക്കോ, നിനക്കതാണ് ഖൈറ്. നീയും ഒരു പെണ്ണും ഒറ്റ ലിഫ്റ്റിൽ പോവല്ലേ, നിന്റെ മഹറമല്ലാത്ത ഒരാളിന്റെ കൂടെ. മഹറമല്ലാത്ത ഒരാളിന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ആകെ ശ്രദ്ധിക്കുക ഹജ്ജിനും ഉംറക്കും പോകുമ്പോഴാണ്. അത് മാത്രമാണോ യാത്ര? അല്ല, യാത്രകളിലൊക്കെയും ഇത് ബാധകമല്ലേ? ഒരു മഹ്റമില്ലാതെ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൂടാ, ഇത് ശറഅന്റെ നിയമമല്ലേ? അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വ ബോധമുള്ള ഒരു തരത്തിൽ പെണ്ണുങ്ങൾ, ഒരു ജമാഅത്ത്, ഒരു കൂട്ടം പെണ്ണുങ്ങൾ അവരുടെ കൂടെ സുരക്ഷിതയാണെന്ന് ഉറപ്പുണ്ടെങ്കിലാകാം എന്നല്ലാതെ ഒരു മഹ്റമില്ലാതെ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാവതാണോ?